അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആര് തന്നെ ആയാലും അവരുടെ മാതാപിതാക്കൾ അവർക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. 10 മാസം നമ്മെ വയറ്റിൽ ചുമന്ന് വളരെ വേദന സഹിച്ച് പ്രസവിച്ച് കാഷ്ടവും മൂത്രവും വൃത്തിയാക്കി നമ്മൾ ഒന്ന് കരയുമ്പോൾ താലോലിച്ചുറക്കി നമുക്കൊന്ന് വയ്യാതാവുമ്പോൾ അവർ രാത്രിയിൽ ഉറക്കം പോലുമില്ലാതെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓരോരുത്തർക്കും മക്കളുണ്ടാകുമ്പോൾ നിങ്ങൾ ഈ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങളെ കുഞ്ഞുങ്ങൾ ഒന്ന് കരയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വിഷമമുണ്ടെന്ന്. ഇതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടു കൂടിയാണ് നമ്മെ വളർത്തിയിരുന്നത്. അന്ന് മൊബൈൽ കാണിച്ച് കുട്ടികളെ ഉറക്കാനോ പാട്ട് പാടിക്കൊടുക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം അവരുടെ വായിൽ നിന്ന് വരുന്ന പാട്ടും ദിക്റുകളും പ്രാർത്ഥനകളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. പക്ഷേ പലരും അത് പലപ്പോഴും മറന്നു പോകുന്നു. നമ്മെ ചെറുപ്പം മുതൽ നോക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ല വസ്ത്രവും ഭക്ഷണവും വിദ്യാഭ്യാസവും എല്ലാം നൽകി നമ്മളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലിയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ മക്കൾക്കൊരു ഇണ വേണം, നമ്മുടെ വീട്ടിലേക്ക് അവൻ്റെ ഭാര്യയായി ഒരു പെൺകുട്ടിയെ വേണം എന്നുദ്ദേശിച്ചുകൊണ്ട് അവൻ ചിലപ്പോൾ സ്നേഹിക്കുന്നൊരു കുട്ടിയായിരിക്കാം. കുഴപ്പമില്ല, എൻ്റെ മോൻ്റെ ഇഷ്ടമല്ലേ, എന്തായാലും വരട്ടെ എന്നൊക്കെ കരുതി വന്നു കഴിഞ്ഞാൽ അവൾ നല്ല വീട്ടിൽ നിന്നും വന്നവളാണെങ്കിൽ ആ മാതാപിതാക്കളെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ നോക്കി നിൽക്കും. അതല്ല രണ്ടാംകിട വീട്ടിൽ നിന്നും വന്നവളാണെങ്കിൽ തീർച്ചയായും അവളുടെ മറ്റേ സ്വഭാവം കാണിച്ചു തുടങ്ങും. കാരണം അവളുടെ മാതാപിതാക്കളും സഹോദരന്മാരും എല്ലാം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ ഒന്നും അവൾ അംഗീകരിക്കില്ല. ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും അത് വേറെ തന്നെ എന്നൊരു ചിന്താഗതിയാണ് മിക്ക പെൺകുട്ടികൾക്കും. എന്തായാലും മക്കളെ, അത് പോരാ. നമ്മുടെ മാതാപിതാക്കളെ പോലെ തന്നെ അവരെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നുള്ള സ്നേഹം നമുക്ക് കിട്ടും. അവരെത്ര ദുഷ്ടന്മാരായി കഴിഞ്ഞാലും നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ അലിഞ്ഞു പോകും. അവരുടെ ഹൃദയം ലോലമായി മാറും. നമ്മുടെ സ്നേഹം അവർക്ക് കിട്ടുമ്പോൾ അവർ കരുതും എൻ്റെ മോൻ്റെ ഭാര്യ ഞങ്ങളെയും സ്നേഹിക്കുന്നുണ്ടെന്ന്. അവർക്ക് ആകെയുള്ള ആ ഒരു മോൻ്റെ സ്നേഹം കൂടി നഷ്ടപ്പെടുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് ശാപമുണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾക്കും മക്കളൊക്കെ ആയി അവരൊക്കെ വളർത്തി വലുതാവുമ്പോൾ ഇതിനൊക്കെ തിരിച്ചടി എന്തായാലും ദൈവം നൽകാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏത് മക്കളും മാതാപിതാക്കളെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ നോക്കുക. പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് പെൺകുട്ടികൾ പഠിച്ച് നഴ്സൊക്കെ ആയി ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ മറ്റോ നാട് വിട്ടു പോരുമ്പോൾ ആ ഭർത്താവുമായി വരുന്നു. ഭർത്താവിന് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ അയാൾക്ക് ജോലിയില്ലെങ്കിൽ തന്നെ ഈ ഭാര്യയുടെ പേരിൽ വിസ അടിച്ചുകൊണ്ട് അയാൾ വീട്ടിൽ നിൽക്കുന്നു. വീട്ടുതടങ്കലിൽ നിൽക്കുന്ന വേലക്കാരിയെപ്പോലെ അയാളൊരു അടിമയെപ്പോലെ വീട്ടിൽ ജോലി ചെയ്യുകയും മക്കളെ നോക്കുകയും ചെയ്യുന്നു. പുരുഷന് അത്രത്തോളം നാണം കെടേണ്ട രീതി പലപ്പോഴും ഉണ്ടാകുന്നു. വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവർക്ക് യോജിച്ച ഭാര്യമാരെ കിട്ടുകയാണെങ്കിൽ എന്തായാലും നമുക്കതിന് അഭിമാനത്തോടുകൂടെ അന്തസ്സോടുകൂടി നിൽക്കാൻ കഴിയും. അതല്ലെങ്കിൽ അവൾ എന്തൊക്കെ പറയുന്നു അതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. എന്തായാലും ഇന്നിപ്പോൾ ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും ജോലിയൊക്കെ ഉള്ളത് നല്ലത് തന്നെ. പക്ഷേ മാതാപിതാക്കളെ വിട്ടിട്ടുള്ള കളിയൊന്നും വേണ്ട. എന്തായാലും ചിലരൊക്കെ ഇവിടെ വന്ന് നാട് വിട്ടുപോയി അവിടെ പ്രസവിക്കാനാവുമ്പോൾ ഈ മാതാപിതാക്കളെ കൊണ്ടുവരാൻ നോക്കും. അതും പിതാവിനെയല്ല, മാതാവിനെ. കാരണം തൻ്റെ കുട്ടിയെ നോക്കാനും വീട്ടിൽ പണിയെടുക്കാനൊക്കെ ഒരു വേലക്കാരിയെ പോലെ. കാരണം ഇവിടെ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും മറ്റുള്ളവർക്ക്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി അവർ കൊണ്ടുവരുന്നു മാതാവിനെ. പിന്നെ സഹോദരങ്ങളെ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ മാതാവിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം നമുക്ക് നാളേക്ക് ഉയർച്ച ഉണ്ടാകും. അതല്ല, എത്രത്തോളം നമ്മൾ അവരെ വേദനിപ്പിക്കുന്നുവോ അത്രത്തോളം താഴ്ചയും നമുക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ വളരെയധികം സ്നേഹിക്കുക. നമ്മൾ നാട് വിട്ടു പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ഒറ്റയ്ക്കായി വൃദ്ധരായ അവരെ വീട്ടിലാക്കി ആരെങ്കിലും ഒരാളെ കൂട്ടിന് നിർത്തി
നമ്മുടെ ബാധ്യത കഴിഞ്ഞു എന്ന് വിചാരിച്ച് വരരുത് സഹോദരങ്ങളെ. നിങ്ങളെ ചെറുപ്പത്തിൽ എത്രമാത്രം സ്നേഹിച്ചതാണ് അവർ. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മുടെ ഭാര്യമാർ പലരും പല രീതിയിലുള്ളവരായിരിക്കും. അവർ അവരുടെ വീട്ടുകാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടുകാരെ സ്നേഹിച്ചുകൂടാ? അതായിരിക്കണം. ഇനിയെങ്കിലും മനസ്സറിഞ്ഞു ചിന്തിക്കൂ സഹോദരങ്ങളെ.